ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ഫ്രേസൽ വെർബ് 2 മാർക്സിൻ്റെ 2024 ചോദിച്ച് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്സ് ഗിവൻ ഇൻ ബ്രാക്കറ്റ്സ്. ഇവിടെ 4 ആൻസേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള 2 എണ്ണമാണ് ആൻസറിൽ എഴുതേണ്ടത്. തന്നിരിക്കുന്നത് റൺ ഔട്ട്, ക്യാരി അവേ, ലുക്ക് ഫോർവേഡ് ടു, പുട്ട് അപ്പ് വിത്ത്. ഇതിൽ കേട്ടിട്ട് നമുക്ക് കുറച്ച് പരിചയമുള്ള ഫ്രേസൽ വേർബ്സ് ഒക്കെ കാണും. 10th SSLCക്കൊക്കെ പഠിച്ചതൊക്കെ ഇതിൽ കാണും. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഐ ഡാഷ് മീറ്റിംഗ് യു നെക്സ്റ്റ് വീക്ക്. അവിടെ ഏതായിരിക്കും വരിക എന്നൊന്ന് നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കുക. ഐ ഡാഷ് മീറ്റിംഗ് യു നെക്സ്റ്റ് വീക്ക്. ഞാൻ നിന്നെ മീറ്റ് ചെയ്യുന്നു അടുത്ത ആഴ്ച എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ട് ഏതാണ് നിങ്ങൾക്ക് സാധാരണ ആ ഒരു വേർഡ് കാണുമ്പോൾ ഒരു ചെറിയ സിമിലാരിറ്റി തോന്നിയിട്ടുണ്ടോ എന്ന് നോക്കുക കേട്ടോ. റൺ ഔട്ട് ആണോ, ക്യാരി അവേ ആണോ, ലുക്ക് ഫോർവേഡ് ടു ആണോ, ടു പുട്ട് അപ്പ് വിത്ത് ആണോ? അതിന് ലുക്ക് ഫോർവേഡ് ടു ആണ് കുറച്ച് സിമിലാരിറ്റി ഫീൽ ചെയ്തത് അല്ലേ. ശരിക്കും ഫ്രേസൽ വേർബ്സിൽ വേർഡ് മീനിങ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, ബട്ട് ആ ഒരു ഫ്രേസിൻ്റെ മീനിങ് ആണ് നോക്കേണ്ടത്. ഇവിടെ ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു നെക്സ്റ്റ് വീക്കാണ് ആൻസർ. ലുക്ക് ഫോർവേഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പ്ലീസ്ഡ് ആണ്. അതായത് ഇപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആണ്. അടുത്ത ആഴ്ച നമ്മൾ മീറ്റ് ചെയ്യുമല്ലോ, അതിനെക്കുറിച്ച് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു കാര്യം നടക്കാൻ പോകുന്നതിനെ പറ്റി ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് നമ്മൾ കാണിക്കും അല്ലേ. യെസ്, അതിനെയാണ് ലുക്ക് ഫോർവേഡ് ടു എന്ന് പറയുക. ടു ബി പ്ലീസ്ഡ് ഓർ എക്സൈറ്റഡ്, ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അതായത് ഒരാളെ കാണാൻ പോണേക്ക് മുമ്പേ നമ്മൾ കാണിക്കുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ലേ. യെസ്, അതിനെയാണ് ഇവിടെ ലുക്ക് ഫോർവേഡ് ടു എന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. സെക്കൻഡ് വൺ നോക്കാം. ഹൗ ക്യാൻ ഷീ ഡാഷ് ഹെർ നോയ്സി നെയ്ബേഴ്സ്. ഇതിൻ്റെ ആൻസർ പുട്ട് അപ്പ് വിത്ത് ആണ്. എങ്ങനെയാണ് അവളുടെ ഭയങ്കര ബഹളം ഉണ്ടാക്കുന്ന നെയ്ബേഴ്സിനെ സഹിക്കുന്നത്? പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോളറേറ്റ്, സഹിക്കുക. ഐ കെൻ നോട്ട് പുട്ട് അപ്പ് വിത്ത് ദം എന്ന് പറഞ്ഞാൽ എനിക്ക് അവരെ സഹിക്കാൻ പറ്റുന്നില്ല. പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കുക എന്നാണ് മീനിങ്. ടോളറേറ്റ് എന്ന് പറഞ്ഞാൽ സഹിക്കുക. ബ്രാക്കറ്റിൽ വേറെ 2 ആൻസേഴ്സ് കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. റൺ ഔട്ടും ക്യാരി അവേയും ആണ്. റൺ ഔട്ടിൻ്റെ മീനിങ് ടു കം ടു ആൻ എൻഡ്. അതായത് ടൈം റാൻ ഔട്ട് എന്ന് പറയുമ്പോൾ സമയം കഴിഞ്ഞു എന്ന് പറയില്ലേ, അതായത് അവസാനിച്ചു, അവസാനത്തെ ഒരു എൻഡിലേക്ക് എത്തുക എന്നുള്ളതാണ് റൺ ഔട്ടിൻ്റെ മീനിങ്. ക്യാരി അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എക്സൈറ്റഡ്, പ്ലീസ്ഡ്, അതിനേക്കാളും ഷിഫ്റ്റഡ്, ട്രാൻസ്പോർട്ടഡ് എന്നൊക്കെ ഒരു മീനിങ് ഉണ്ട്. അതായത് ഇപ്പോൾ ദ ബ്യൂട്ടി ഓഫ് മ്യൂസിക് ക്യാരിഡ് ഹിം അവേ, അതായത് മ്യൂസിക്കിൻ്റെ ഒരു ബ്യൂട്ടി അവനെ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു വേറൊരു ലെവലിലേക്ക് നമ്മളെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യില്ലേ, ട്രാൻസ്പോർട്ട് ചെയ്യില്ലേ, അതിനെയാണ് ഇവിടെ ക്യാരി അവേ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. നമ്മളിപ്പോൾ മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തേക്ക് പോകുന്നുണ്ട് അല്ലേ, ആ ഒരു ക്യാരീഡ് ആവുന്നുണ്ട്. അതിനെയാണ് ക്യാരി അവേ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. ഇവിടെ ലുക്ക് ഫോർവേഡ് ടു എന്നുള്ളതിൻ്റെയും ക്യാരി അവേയുടെയും മീനിങ് കുറച്ച് ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2ൻ്റെയും മീനിങ്സ് കൊടുത്തേക്കുന്നത്. ക്യാരി അവേ എന്ന് പറഞ്ഞാൽ നമ്മളെ വേറൊരു വേൾഡിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ പറയും. അത് ലുക്ക് ഫോർവേഡ് ടു എന്ന് പറഞ്ഞാൽ പ്ലീസ്ഡ് ആവുന്നു, എക്സൈറ്റഡ് ആവുന്നു. നമ്മളൊരു സംഭവം നടക്കാൻ പോകുന്നതിനെ പറ്റിയിട്ട് നമ്മൾ സന്തോഷിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണിക്കില്ലേ, അതിനെയാണ് ലുക്ക് ഫോർവേഡ് ടു എന്ന് പറയുന്നത് കേട്ടോ. താങ്ക് യു.